Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലും അതുപോലെ തന്നെ മോസ്റ്റ്ലി എല്ലാ ലാപ്ടോപ്പിലും നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനിങ്, അതായത് നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ അല്ല. പ്രീമിയം ആയിട്ടുള്ള കുറച്ചുള്ള ലാപ്ടോപ്സിലും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിലും പിന്നെ സംഭവം ഇല്ല. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് വെക്കാൻ പറ്റൂല. നമുക്ക് ഈ സാധനം കണ്ടതുകൊണ്ട് നമുക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടില്ല വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ നമ്മുടെ ഈ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടോ, അത് കാണാത്തൊരു പോയി കണ്ടോക്കണം. അതിൻ്റെ വീഡിയോ ഡിവൈസ് ഡിസ്കണക്റ്റഡ് 1000 രൂപയ്ക്ക് കിട്ടുന്നൊരു പെട സാധനമാണ്. കണ്ടോ, RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോട്ടോണിക്സിൻ്റെ ആണ്. അതിൻ്റെ വീഡിയോ കാണാത്തൊരു പോയി കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തൽക്കാലം ഇവിടെ ആക്കിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് പോകാം. ഇത് MC സ്മാർട്ട് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ഒരു എക്സ്റ്റേണലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു USB ഫിംഗർ പ്രിൻറ്റ് റീഡറാണ്. നമുക്ക് വിൻഡോസ് ഹാലോ ഒക്കെ ഉണ്ടല്ലോ, വിൻഡോസ് ഹാലോ എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ലോഗിൻ ചെയ്യാനപ്പോൾ പാസ്വേഡും പിൻകോഡിനും പകരം നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ലാപ്ടോപ്പിലോ വിൻഡോസ് ആയിട്ട് വിൻഡോസ് 10 വിൻഡോസ് 11 ഏത് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്ന ഒരു 3000 താഴേക്കാണ് നമുക്ക് പ്രൈസ് വരിക. പക്ഷേ നിങ്ങൾക്ക് സെക്യൂരിറ്റി സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കിഡു സാധനം തന്നെയാണ്. അത് മെറ്റൽ ബിൽഡ് സംഭവമൊക്കെയാണ്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ചുമ്മാ ഞാൻ എന്തായാലും ഇത് സെറ്റപ്പ് ചെയ്യുന്നതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ, ഇത്രേ ഉള്ളൂ സാധനം. ഇത് ഫുൾ മെറ്റൽ ബിൽഡാണ്. ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ഫിംഗർ വയ്ക്കാനുള്ള സ്ഥലം കാണാണ്ടോ. ഇതാണ് സംഭവം കേട്ടോ. ഇതിൻ്റെ കറക്റ്റായ നടുവ് സൈഡിലാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വയ്ക്കേണ്ടത്. ഇത് നമുക്ക് 10 ഫിംഗർ പ്രിൻറ്റ്സ് വരെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസിൽ ഉപയോഗിക്കാം. ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ഊരി കുത്തി ഉപയോഗിക്കാം. പ്ലഗ് ആൻഡ് പ്ലേ ആണല്ലോ. അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ ഡെസ്ക്ടോപ്പിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. അതുപോലെ ചാനലിൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയത് ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട കേട്ടോ. പിന്നെ എല്ലാവരും ലിങ്ക് കാണാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോർവേഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്യാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകാം. ഈ USB ഡ്രൈവ് ജസ്റ്റ് മുമ്പിൽ കുത്തിയാൽ മതി. അത് കുത്തി കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് എന്നിട്ട് കാണാം. ആ അക്കൗണ്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ സൈൻ ഇൻ ഓപ്ഷൻ അവർ കാണേണ്ടതായിരിക്കും. സൈൻ ഇൻ ഓപ്ഷനിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷൻ കണ്ടു. അതിൽ വിൻഡോസ് സ്ഥലം കാണിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആഡ് ആ ഫിംഗർ എന്ന് കാണിക്കുന്നുണ്ട്. റിമൂവ് ദി സൈൻ ഇൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആഡ് ആ ഫിംഗർ കൊടുക്കുക, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പിൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചിട്ട് കാണിക്കുക. രണ്ടാമത്തെ പിൻ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുന്നത് കാണിച്ചു തരാം. കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വേറെ കൈ വെച്ച് കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. ഇത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊരു സ്ലോ ഉണ്ട്, പക്ഷേ വലിയ ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ റെക്കഗ്നേഷനൊക്കെ കറക്റ്റാണ്. ഞാൻ ഇതെടുത്ത് നമ്മുടെ ഫുൾ സൈഡ് നമുക്ക് കണ്ടോ. ഇതിപ്പോൾ ഞാൻ എവിടേക്ക് ഇവിടെ നിന്ന് എത്തുന്നതാണെന്നില്ല. അപ്പോൾ ഞാൻ എററാക്കിയത് ഞാൻ ഓൾറെഡി നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഒന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ലോഗിൻ പേജ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ലോഗിൻ കാണിച്ചു തരാം. ഇതാ അവിടെ ലോഗിൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഓൾറെഡി ലോഗിനിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വെക്കാൻ പറ്റിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫിംഗർ വെക്കാൻ പോകട്ടെ. ഞാൻ തമ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ഇത് നമുക്ക് കണ്ടോ ലോഗിൻ ആയി. ഹലോ, ചില സമയത്ത് ഇത് ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഭയങ്കര അക്യുറസി അല്ല എന്ന് പറയുന്നില്ല. എന്തായാലും ഒരു 80% അക്യുറസി എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഓൾറെഡി ഇൻബിൽഡായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന പോലത്തെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു അക്യുറസി നമുക്ക് കിട്ടുന്നില്ല. എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത സംഭവങ്ങളാണ്. ഒരു പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവർ പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 2999 നമുക്ക് ആമസോണിലൊക്കെ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും പക്ഷേ അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ് കേട്ടോ. മെറ്റലിൻ്റെ ആണ് നമ്മൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഫിംഗർ പ്രിൻറ്റ് റീഡർ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിനോ അല്ലെങ്കിൽ നിങ്ങൾക്കത് മൾട്ടിപ്പിൾ ഡിവൈസിന് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിന് ഉപയോഗിക്കാം. പക്ഷേ വിൻഡോസിന് മാത്രമേ പറ്റുള്ളൂ എന്ന് മാത്രം. ലാപ്ടോപ്പിന് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഷൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.